നിങ്ങളുടെ മൂത്രത്തിൽ ഉണ്ടാവുന്ന നിറവ്യത്യാസങ്ങൾ പല രീതിയിലുള്ള അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഇന്റേണലി എന്തെങ്കിലും ഓർഗൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് എക്സ്റ്റേണലി നമുക്ക് പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ യൂറിന്റെ കളർ ചേഞ്ചസിലൂടെയാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് ആ ഒരു അസുഖങ്ങൾ എന്ന്, എന്തൊക്കെയാണ് അതിന്റെ മാനേജ്മെന്റ് സൈഡ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നിങ്ങൾക്ക് ഇവിടെ പല രീതിയിലുള്ള യൂറിൻ കളേഴ്സ് കാണാൻ പറ്റും. റെഡ്, ഓറഞ്ച്, അതേപോലെ തന്നെ യെല്ലോ, ക്ലിയർ ആയിട്ടുള്ളത്. ഇത് ഓരോ അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫിൽട്രേഷൻസ് നടക്കുന്നത് നമ്മൾ വൃക്കകൾ വഴിയാണ്. അതായത് നോർമലി നമ്മളെ ബോഡിയിൽ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിനാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അതിന്റെ ഒരു നോർമൽ ഔട്ട്പുട്ട്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്നും യൂറിൻ പോകേണ്ട ഒരു അളവ് എന്ന് പറയുന്നത് 1.5 ലിറ്റർ ടു ഒരു 2 ലിറ്റർ വരെയാണ് നോർമലി നമ്മളൊരു ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ നോർമലി നമ്മളെ യൂറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ അളവ് കൂടുമ്പോഴോ അല്ലെങ്കിൽ അളവ് കുറയുമ്പോഴൊക്കെ പല രീതിയിലുള്ള അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നോർമൽ യൂറിനറി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്നാൽ അതിലുണ്ടാവുന്ന കളർ ചേഞ്ചസും ഓരോ അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നോർമലി നമ്മുടെ യൂറിന്റെ കളർ എന്ന് പറയുമ്പോൾ പെയിൽ യെല്ലോ കളേഴ്സ്, ഏകദേശം ഈ ഒരു കളറിലായിരിക്കും അതിന്റെ ആ ഒരു യൂറിൻ കളർ എന്ന് പറയുന്നത്. അതായത് പെയിൽ യെല്ലോ, ഒരു വൈക്കോലിന്റെ കളർ ആയിരിക്കാം. അതായത് നമ്മൾ ജസ്റ്റ് ഒരു യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും യൂറിൻ കളർ ഒരു പെയിൽ യെല്ലോ എന്ന് പറയുന്നത്. ആ ഒരു ഇൻഡിക്കേഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണ്, അതായത് നിങ്ങളുടെ വൃക്കകൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളുടെ യൂറിന്റെ കളർ ഒരു ക്ലിയർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഒരു വെള്ളം പോലെയാണെങ്കിൽ, ഒരു യൂറിൻ പോലെയാണെങ്കിൽ അത് നിങ്ങളെ ബോഡി കൂടുതലായിട്ടും, അതായത് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ബോഡിയിൽ കൂടുതലായിട്ടും ജലാംശം എത്തിയിട്ടുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ട്, അതായത് ഡയൂററ്റിക്സ് പോലത്തെ എന്തെങ്കിലും ഡ്രഗ്സ് കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഇത്തരം യൂറിൻ കളർ ചേഞ്ചസ് കാണാം. അതായത് ഇത്തരം ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള യൂറിൻ കളർ ചേഞ്ചസ് കാണാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡയബറ്റിസ് കംപ്ലൈൻസ്, അതായത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് പോലത്തെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിലും ഇത്തരം കളർ ചേഞ്ചസ് കാണാം. നോർമലി നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന, അതായത് വാട്ടറിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 ടു ഒരു 3.5 ലിറ്റർ ആണ് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള. ഏകദേശം ഒരു 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നമ്മളെ ബോഡിക്ക് അത്യാവശ്യമാണ്. കാരണം വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിലെ എല്ലാ മെക്കാനിസത്തിനെയും സഹായിക്കുന്ന, അതായത് എല്ലാ മെറ്റബോളിസത്തിനെയും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളെ ബോഡിയിലെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കോമൺ ആയിട്ടും കണ്ടുവരുന്നത്. അതായത് കിഡ്നി സ്റ്റോൺ കംപ്ലൈൻസ്, കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പം അതായത് എന്തെങ്കിലും കാൽക്കുലസ് ഫോർമേഷൻസോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഫോർമേഷൻസോ ഒക്കെ നമ്മുടെ വൃക്കകൾ അടിഞ്ഞു കൂടിയിട്ട് അത് മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. എസ്പെഷ്യലി യൂറിൻ കംപ്ലൈൻസ് എന്ന് പറയുമ്പം മൂത്രം ഒഴിക്കാൻ ഭയങ്കര ഒരു തടസ്സം ഫീൽ ചെയ്യുക, അതായത് വേദന അനുഭവപ്പെടുക, ഒരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്യുക, അടിവയറ്റുന്ന ഒരു ഭാരം, അതായത് നാവി വേദന എന്നായിരിക്കും ഒരാൾ പ്രസന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നടുവേദനയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന, ഇതാണ് പ്രധാനപ്പെട്ട ഒരു യൂറിനറി ട്രബിൾസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് പുരുഷന്മാരിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒന്നാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ. അവർക്കും ഈ ഒരു സെയിം പാറ്റേൺ ഓഫ് സിംറ്റംസ് തന്നെയാണ് പ്രസന്റ് ചെയ്യാറ്. അതായത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാൻ തോന്നുക, അതായത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മൂത്രശങ്ക ഉണ്ടാവുക, യൂറിൻ പാസ് ചെയ്യുമ്പോൾ തന്നെ യൂറിൻ്റെ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ വളരെ തിന്നായിട്ട് അല്ലെങ്കിൽ ഒരു വീക്ക് സ്ട്രീം ആയിരിക്കും, ഒരു നൂല് പോലെ ഇരിക്കുന്നതായിരിക്കാം ആ ഒരു പ്രോസ്ട്രേറ്റ് ട്രബിൾസിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു തടസ്സം ഫീൽ ചെയ്യുക, നമ്മൾ കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നടുവേദന അനുഭവപ്പെടാം. ചില ആളുകൾക്ക് നാവി വേദനയായിട്ടും പ്രസന്റ് ചെയ്യാവുന്നതാണ്. ചില ആളുകൾ പറയും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്നുണ്ട്, പക്ഷേ അത് ഇൻവോളണ്ടറി ആയിട്ട് അറിയാതെ പോകുന്ന ഒരു പ്രശ്നങ്ങൾ, അത് കുറച്ചുകൂടി എൻഡ് സ്റ്റേജ് ഓഫ് പ്രോസ്ട്രേറ്റ് ക്യാൻസറിന്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പറയാം. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളാണ് പ്രോസ്ട്രേറ്റ് ട്രബിൾസിന്റെ ആ ഒരു യൂറിനറി സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ യൂറിന്റെ കളർ ഒരു ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർഡ് യൂറിൻ ഏകദേശം ഈ ഒരു കളറിലാണെങ്കിൽ
അത് നിങ്ങളുടെ ബോഡി കൂടുതലായിട്ടും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്, അതായത് ബോഡിയിലെ ജലാംശം എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം യൂറിൻ കളർ ചേഞ്ചസ് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ജോണ്ടിസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ എന്ന് പറയുമ്പോൾ പിത്തരസമാണ് നമ്മുടെ ദഹനത്തിനെ കൂടുതലായിട്ടും സഹായിക്കുന്നത്. അപ്പം പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുക വരിക, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിട്ടും കൃത്യമായിട്ട് അത് സർക്കുലേറ്റ് ചെയ്യാതെ ഒരു ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോൺ രൂപപ്പെടുകയാണെങ്കിൽ, കോളിസിസ്റ്റൈറ്റിസ് പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് വരികയാണെങ്കിൽ, കോളിലിത്തിയാസിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ യൂറിൻ കളർ ഏകദേശം ഈ ഒരു ഡാർക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ഡാർക്ക് യെല്ലോ കളർ യൂറിൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു യൂറിന്റെ ടെസ്റ്റ് ആദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു വയറിന്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൃക്കകൾ എത്രത്തോളം ഫങ്ഷനിങ് ആണ്, അതോടൊപ്പം തന്നെ ലിവർ എത്രത്തോളം ഫങ്ഷനിങ് ആണെന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചില പേഷ്യൻസ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ യൂറിന്റെ കളർ ഭയങ്കര റെഡ് ആയിട്ട് പോകുന്നുണ്ട്, എന്തെങ്കിലും സ്റ്റോണിന്റെ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാമോ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്? അതായത് നിങ്ങളുടെ യൂറിന്റെ കളർ ഈ ഒരു റെഡ് ഫോമിലാണെങ്കിൽ, ഈ ഒരു ഡാർക്ക് റെഡ് കളറിലാണെങ്കിൽ അത് നിങ്ങളുടെ വൃക്കകൾ പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നത്. അതായത് വൃക്കകളിൽ എന്തെങ്കിലും സ്റ്റോൺ ഫോർമേഷൻസ്, അതായത് ക്രിസ്റ്റൽ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂറിൻ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നു. അതായത് യൂറിൻ കൃത്യമായിട്ട് പോവാതെ നമുക്ക് വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അതായത് യൂറിനറി സ്റ്റോണിന്റെ മെയിൻ കീ ഫീച്ചർ എന്ന് പറയുന്നത് വേദനയാണ്. അതായത് നാവി വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്ക് പെയിൻ, അതായത് നമ്മുടെ ഈ ഒരു ഫ്ലാങ്ക് റീജിയനിൽ കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുക, ആ വേദന കാലുകളിലോട്ടൊക്കെ ഇറങ്ങി വരിക, നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വേദന പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലേറ്റിന്റെ ഒരു ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ യൂറിനിൽ ഒരു ഡാർക്ക് റെഡിഷ് കളർ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ അത് കണ്ടിന്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ലിവർ എത്രത്തോളം ഹെൽത്തി ആണെന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ യൂറിന്റെ കളർ ചേഞ്ചസ് നോക്കിയിട്ടാണ്. ഏകദേശം ഈ ഒരു കളർ, അതായത് ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ നിങ്ങളുടെ യൂറിൻ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലിവർ ഡാമേജ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് എസ്പെഷ്യലി ഈ സിറോസിസ് കംപ്ലയിൻസ്, അതേപോലെ തന്നെ ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് ഇത്തരം കളർ ചേഞ്ചസ് കാണപ്പെടാം. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എന്താ, ലിവറിന് ചുറ്റും അല്ലെങ്കിൽ കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിതശൈലി കാരണം നമുക്ക് ഇത്തരം ഫാറ്റി ലിവർ കംപ്ലയിൻസ് തുടങ്ങുന്നതാണ്. അപ്പൊ ആ ഒരു മെയിൻ ലക്ഷണങ്ങൾ, അതായത് ഇത്തരം യൂറിൻ കളർ ചേഞ്ചസ് കാണുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വയറിന്റെ സ്കാനിങ് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് SGOT, SGPT എൻസൈംസിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും, അതായത് ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് ആണോ ട്യൂമർ ആണോ എന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്തരം കളർ ചേഞ്ചസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ യൂറിൻ ഒരു ഫോമി അല്ലെങ്കിൽ ഒരു പസ് ഫോർമേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പത പോലെ കാണപ്പെടുകയാണെങ്കിൽ അത് പല രീതിയിലുള്ള അസുഖങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് മൂത്രനാളിയിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. എസ്പെഷ്യലി ഈ കോളൈ പോലത്തെ ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മുടെ മൂത്രനാളിയിൽ കോളനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ലക്ഷണങ്ങൾ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു അനാട്ടമിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള യുറേത്ര വളരെ ഷോർട്ട് യുറേത്രയാണ്. അതോടൊപ്പം തന്നെ ആനൽ ഓപ്പണിംഗ്, അതായത് മലദ്വാരത്തിന്റെ ഓപ്പണിങ്ങും അതേപോലെ തന്നെ യുറേത്രൽ ഓപ്പണിംഗ്, യൂറിനറി ഓപ്പണിങ്സ്, അതേപോലെ തന്നെ വജൈനൽ ഓപ്പണിങ്സ്, ഈ 3 ഓപ്പണിങ്സും സ്ത്രീകളുടേത് വളരെ അടുത്തടുത്താണ്. അപ്പൊ നമുക്ക് ആനസ് റീജിയൻ അല്ലെങ്കിൽ മലദ്വാരത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേം ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു യൂറിനറി കനാലിലൂടെ പാസ് ചെയ്തിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ വജൈനൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ക്ലമീഡിയാസിസ് പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറിനറി ആ ഒരു ഏരിയാസിൽ എഫക്ട് ചെയ്തിട്ട് അവിടെ പിന്നെയും ബാക്ടീരിയൽ കോളനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺസ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളുടെ യൂറിൻ എന്തെങ്കിലും പത കൂടുതലായിട്ടും കാണപ്പെടുകയാണെങ്കിൽ അത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിനെയും സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ
ആൽബുമിൻ, ഗ്ലോബുലിൻ പോലത്തെ പ്രോട്ടീൻസ് വൃക്കകൾ വഴി അരിച്ചു കളയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് ആണ് നിങ്ങളുടെ യൂറിൻ ഒരു പത പോലെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ യൂറിൻ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ സെമൻ കണ്ടന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രോസ്ട്രേറ്റ് ഇൻഫെക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. പ്രോസ്ട്രേറ്റ് എന്ന് പറയുമ്പം പുരുഷന്മാരിൽ സെമൻ പ്രൊഡക്ഷനും അതേപോലെ തന്നെ യൂറിൻ സ്റ്റോറേജിനും സഹായിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതിന്ന് ഡേ ബൈ ഡേ, അതായത് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതായത് പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ക്യാൻസർ വളരെയധികം സാധാരണയായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം യൂറിനറി കംപ്ലയിൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു PSA, പ്രോസ്ട്രേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിലൂടെ അതെന്തെങ്കിലും ഓവർ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ക്യാൻസറസ് ആണോ എന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം യൂറിൻ കളർ ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കി കളയരുത്. അത് പല രീതിയിലുള്ള അസുഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏകദേശം ഒരു 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെയുള്ള വെള്ളം നിങ്ങളുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളും അതേപോലെ തന്നെ ഡയറ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൃക്കകളും അതേപോലെ തന്നെ ലിവറും ഹെൽത്തി ആയിരിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.